അപ്പോൾ ഓക്കെ, ഞങ്ങൾ കാച്ചടി പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. കാച്ചടി അത് ഒരു വീട്, പെട്രോൾ പമ്പിൻ്റെ എണ്ണ അടിക്കണ ഭാഗത്തൊരു വീട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീടൊന്ന് ഞങ്ങളെ കാണിക്കട്ടോ. അവിടെ നോക്കി, കാർ പോർച്ച് കാറ് നിർത്തിയിട്ടുണ്ട്. ഒരിക്കലും നമുക്കിതൊരു ഈർക്കിളി ഉപയോഗിച്ചുണ്ടാക്കിയതാണെന്ന് തോന്നിക്കാത്ത വിധട്ടാ. അതിൻ്റെ അടുത്ത് നിർത്താൽ അങ്ങനത്തെ സെറ്റപ്പിലാണ് ഈ ഒരു വീടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് നമ്മുടെ പ്രകാശന്. അങ്ങനെ ഈ ഒരു വീടുണ്ടാക്കാൻ 1000-ലേറെ ഇതിന് പശക്ക് ചിലവ് വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ഗ്ലൂഒക്കെ ആ ടിന്ന് വെച്ചിങ്ങനെ ഒട്ടിച്ചെടുക്കാൻ ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതാണ് പ്രധാനം, പശ. അതുപോലെ തന്നെ നല്ല ടൈം എടുത്ത്, ദിവസങ്ങളെടുത്ത് ഉണ്ടാക്കിയ ഒരു വീടാണിത്. അപ്പോൾ നമ്മൾ കാച്ചടി പെട്രോൾ പമ്പ് വണ്ടിയിൽ എണ്ണ അടിക്കാവുന്ന സമയത്ത് കണ്ടൊരു കാഴ്ച കേട്ടോ. അതായത് നമ്മുടെ ഈ കരകൗശല വസ്തുക്കളുണ്ട്, ഈ കൊത്തുപണികളൊക്കെ, ആശാരിമാർ കൊത്തുപണികളൊക്കെ നിർമ്മിക്കുന്ന പോലെ തന്നെ ഈ ഓലക്കൊടിൻ്റെ ഈർക്കിളി അത് ഉപയോഗിച്ച് ഒരു മനോഹരമായ വീട് പണിതിട്ടുണ്ട്. ആ ഒരു വീട് നമ്മുടെ സുഹൃത്താണ് ഇവിടെ എത്തിയപ്പോൾ, നമ്മളെ പ്രകാശൻ, കാച്ചടി നമ്മുടെ സുഹൃത്തും കൂടിയുള്ള പ്രകാശൻ ഉണ്ടാക്കിയതാണ്. കുറേ ദിവസങ്ങളെടുത്താണ് ആ വീടിൻ്റെ പണി കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പെട്രോൾ പമ്പിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ആ വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും ആ വീടും അതുപോലെ പ്രകാശനുമായി എങ്ങനെയൊക്കെയാണ് പ്രകാശൻ ഇത് പണി ചെയ്തതിനെ കുറിച്ച് നമുക്ക് പ്രകാശനോട് ചോദിച്ചു നോക്കാം. അപ്പോൾ പ്രകാശൻ നമ്മുടെ പണി, പ്രകാശൻ വരി. താങ്ക് യു, വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ അറിയോ, ആ വീട് കണ്ടപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ആ വീട് കാണാം. അതായത് എണ്ണ അടിക്കാൻ വന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഈ വീടിൻ്റെ പണി എത്ര ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങിയിട്ട്? ഒരുപാട് ദിവസം എടുത്തിട്ടുണ്ടാവും. കാരണം ഓരോ ഓലയിലെ ഈർക്കിളി ഉപയോഗിച്ച് അതിങ്ങനെ ഓരോ റൂമാക്കിയെടുത്ത് പിന്നെ അത് വാർത്തത് ഓടിട്ട് വരണ്ടേ. ഒരുപാട് ദിവസങ്ങൾ ആയിട്ടുണ്ടാവും. എത്ര ദിവസം എടുത്തിട്ടുണ്ടാവും പണി? ചുരുങ്ങിയത് ഒരു 4 മാസം 5 മാസം എടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഒറ്റയടിക്കാണ്ട് ഒരു ദിവസം കൊണ്ട് ഇതാക്കാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. ക്ഷമ കൊടും. പിന്നെ അത് നമ്മളിങ്ങനെ ചെയ്ത് ഓരോരോ ഘട്ടം ചെയ്തപ്പോൾ പിന്നെ നോക്കി ഇരുന്നിട്ട് വേണം പിന്നെ അതിൻ്റെ ഓരോരോ മോഡൽ നമുക്ക് ഉണ്ടാക്കി കയറ്റിയിട്ട് വേണം പിന്നെ ചെയ്യാൻ. അപ്പൊ അങ്ങനെ 4 മാസം 4 മാസം എടുത്ത് അത് പൂർണ്ണമായിട്ടും ഈർക്കിളി ഉപയോഗിച്ചാൽ ഈർക്കിളുണ്ട്. പിന്നെ അത് നമ്മളെ ആർട്ട്ബോർഡില്ലേ, ആർട്ട്ബോർഡ് അത് ഉപയോഗിച്ച് ജനവാതിലൊക്കെ പിന്നെ ഈ മടലിന്റെ ചീന്തിയെടുത്തിട്ട് ചെയ്താണ്. അതുപോലെ തന്നെ അതിന്റെ മേലെ ഷീറ്റ് നമ്മളെ മറ്റേ അട്ടപ്പെട്ടില്ലേ, അട്ട ഉപയോഗിച്ചിട്ട് അട്ടപ്പെട്ടിന്റെ മേലത്തെ ഭാഗം പൊളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാധനം, ആ ഒരു നമ്മളെ ഷീറ്റ് തകര ഷീറ്റ് പോലുള്ള ആ സ്റ്റെപ്പായിട്ട് തന്നെ കിട്ടും. അതതിന്റെ മുകളിലിട്ടില്ല. ഇതിന്റെ മുന്നേ ഇതുപോലെ വീടിന്റെ മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഒമാനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അത് അവിടെ ഞാൻ പിന്നെ ഒരു ഫ്ലാറ്റിന്റെ പണിക്ക് ചെന്നത്. ആ ഫ്ലാറ്റിന്റെ കൊടുത്തപ്പോൾ അവിടുത്തെ അർബാബ് എനിക്കൊരു 5000 രൂപ തന്നു. പിന്നെ അത് കണ്ടപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞൊരു പള്ളി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പള്ളി ഉണ്ടാക്കി കൊടുത്തു. ഏകദേശം നമ്മുടെ നാട്ടിൽ ഒരു 15000 രൂപ കവറിലിട്ടിട്ട് തന്നില്ലേ. അപ്പോൾ പള്ളി അതുപോലെ തന്നെ വീടുകൾ ഇതിന് മുന്നേ പ്രകാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, ഞാനിപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ആ വീട് ഉണ്ടാക്കിയതും അതിൻ്റെ കാർ പാർക്കിംഗ് ഒക്കെ വളരെ രസകരമായിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ഒരുപാട് കാർ ഉപയോഗിച്ചു. കാരണം അതിനെ പാകപ്പെടുത്തി വേണമല്ലോ. ഫസ്റ്റ് ഒരു കാർ വാങ്ങി ഞാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് മാച്ചാണില്ല തോന്നിയപ്പോൾ ഞാൻ അത് ഒഴിവാക്കി. അത് 100 രൂപ മിസ്സായി പോയി. പിന്നെ 100 രൂപ കൊടുത്തിട്ട് പിന്നെ രണ്ടാമത് വെച്ച കാറാണല്ലോ അത്. ഓക്കെ, അതിന്റെ ചുറ്റുഭാഗമൊക്കെ എങ്ങനെ ചെയ്ത്? ചുറ്റുഭാഗം എന്ന് പറഞ്ഞാൽ അതിന് വർക്ക് കുറെ കിടക്കാണ്. പിന്നെ അത് പോളിഷ് ഫിനിഷിംഗ് വർക്ക് കൂടി നടക്കാണല്ലേ. കാർ പാർച്ച് ഉണ്ട്, അതിന്റെ സ്റ്റെപ്പുകൾ, അതുപോലെ തന്നെ 2 നിലയായിട്ടുള്ള മുകൾ ഭാഗമൊക്കെ അതിന്റെ മനോഹരമായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ആർക്കും ഓർഡർ ആണോ അല്ലെങ്കിൽ ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അതിന്റെ 4 മാസങ്ങളോടെടുത്ത് നമ്മൾ പറഞ്ഞല്ലോ, 4 മാസങ്ങളോടെടുത്തു. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ വീടിന്റെ ചെയ്ത് കൊടുക്കാം, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിപ്പോ നമ്മൾ ആശാരിമാരൊക്കെ കൊത്തുപണികളാണ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ഈർക്കിളി ഉപയോഗിച്ച് പൂർണ്ണമായി 90% ഈർക്കിളി, അതായത് ഓലന്റെ ഈർക്കിളി ഉപയോഗിച്ചാണ് 90% ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കും. ഇത് ഒരാൾ ഓർഡർ തന്നതായിരിക്കും. ഓർഡർ തന്നാൽ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇത് കണ്ടமான ഫോട്ടോസ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ആവശ്യപ്പെട്ടാണ്, എനിക്കൊരു വന്ന് വേണമെന്നുള്ള ആവശ്യപ്പെട്ടപ്പോൾ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനല്ലേ. അപ്പോൾ ആർക്കെങ്കിലും അല്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീടിനൊക്കെ ഇതുപോലുള്ള നല്ല ഭംഗിയോട് കൂടി എന്തെങ്കിലും ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ ആർക്കെങ്കിലും കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രകാശ് അത് മനോഹരമായിട്ട് ഉണ്ടാക്കി തരും. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ, അത് സൂമിങ്ങിലൂടെ കാണിക്കുമ്പോൾ വലിയൊരു വീടായിട്ട് നമുക്ക് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ അത് ഞങ്ങൾ സൂം കുറച്ച് കണ്ടപ്പോഴാണ് അത് സാധാ ഒരു ഉണ്ടാക്കിയതാണെന്നുള്ളത് തോന്നൽ വന്നത്. അപ്പോൾ പ്രകാശിൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് നമ്മൾ കാച്ചടി, അതായത് കരിമ്പിൽ കക്കാടിൻ്റെയും വെന്നിയൂരിൻ്റെ തൊട്ടടുത്തുള്ള കാച്ചടി പെട്രോൾ പമ്പിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രകാശിനെ കണ്ട് പ്രകാശ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. പറഞ്ഞതുപോലെ നിങ്ങൾ താഴെയുള്ള നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക്
ഗിഫ്റ്റായിട്ടോ മറ്റുള്ളവർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലുള്ള വീട് അങ്ങനെ മറ്റുള്ളതൊക്കെ വീട് മറ്റു ഗിഫ്റ്റുകളൊക്കെ അല്ലേ നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ ഈർക്കിൽ ഉപയോഗിച്ചോ മറ്റുപയോഗിച്ചോ ഉണ്ടാക്കി തരും. അപ്പോൾ ഓക്കെ, കാണാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.